ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് വളരെ ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം ഷെയർ ചെയ്യും. നമ്മളെല്ലാവരും വളരെ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ട്രിപ്സാണ്. നോർത്ത് ഇന്ത്യൻ ട്രിപ്സ്, കാശ്മീർ, ലഡാക്ക്, മണാലി, ഷിംല എപ്പോഴും പ്ലാൻ ചെയ്യും. പക്ഷേ എന്നെ പോലെയുള്ള ദൗർഭാഗ്യകരമായ കുറേ ആൾക്കാർക്ക് അത് നടപ്പിലാക്കാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരാനൊരു തെണ്ടി ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഇതെല്ലാം ഏറെക്കുറെ എല്ലാ സിറ്റുവേഷനൊക്കെ സെറ്റായിട്ട് ഇനി ഒരു ട്രിപ്പ് ഏറെക്കുറെ ഓണായി. അപ്പം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങ് ഹിമാചൽ പ്രദേശത്തിലേക്ക്. ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലി അല്ലെങ്കിൽ സ്പിതി വാലി എന്ന് പറഞ്ഞ ഒരു എന്താ ഇതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിഞ്ഞൂടാ. എനിവൈസ് സ്പിതി വാലി എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. 10 ദിവസത്തെ ട്രിപ്പിലേക്കാണ്, 10 ബിസിനസ് ഡേയ്സ്. ഈ ട്രിപ്പിൽ 10 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുറേ സാധനങ്ങൾ വേണം. അപ്പം നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ട്രിപ്പാണെങ്കിലും ഒരു ലോഡ് സാധനം. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ ലീവ് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് മേടിച്ചു. അപ്പം അതുകൊണ്ട് എൻ്റെ തലേ ദിവസം വരെ ഞാൻ വർക്ക് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക്, പിന്നെ വൈകുന്നേരമാണ് ഷോപ്പിങ്ങിനായിട്ടുള്ള സമയം കിട്ടാറ്. അതുപോലെ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് വിവശയായിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കുറേ മേടിച്ചു. അത്യാവശ്യം എല്ലാം ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ് ഇനി ബാക്കിയുള്ളത്. വ്ളോഗ് ഇട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നില്ല, ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് കിടന്നുറങ്ങി രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ സാറ്റർഡേ ആണ് പോകുന്നത്, ഒരു ദിവസം കൂടി ഉണ്ട് ബാക്കി. അപ്പം നാളെ പാക്കിങ്ങും പരിപാടിയൊക്കെ നടത്താം. കാരണം കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. ബിക്കോസ് ഞാൻ അവിടെ ചെന്നെന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്ത് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അപ്പം ബാഗിൽ സ്ഥലം ഉണ്ടാവും. അപ്പം അതൊക്കെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് അവിടെ നിന്നൊക്കെ മേടിച്ച് ഇങ്ങനെ പാക്ക് ചെയ്തല്ല കൂട്ടി വെച്ചേക്കുക. ഇതൊക്കെ നാളെ എണീറ്റ് ഇനി പാക്ക് ചെയ്യണം. പുതിയ സാധനങ്ങൾ മേടിച്ചെല്ലാം ടാഗുകൾ ഹലോ. അപ്പം എല്ലാ സാധനവും ഡ്രസ്സും എല്ലാം ഇതുപോലെ മടക്കി ഞാനിങ്ങനെ കട്ടിൽ ഇന്നോരൊക്കെ വെച്ചേക്കാം. അപ്പോൾ എന്തൊക്കെ സാധനമാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അറിയാമല്ലോ, നമുക്കൊരു ബാഗ് വേണം. ഈ ബാഗ് ഞാൻ കഴിഞ്ഞൊരു 2-3 കൊല്ലം മുന്നേ ഉള്ളൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. ഈ ബാഗ് മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ട്രിപ്പ് ക്യാൻസലായി. ബാഗ് ഇങ്ങനെ ഒരു പണിയെല്ലാം എൻ്റെ വീട്ടിൽ പൊടിയടിച്ചിരിക്കുകയാണ്. അതിന് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ ബാക്ക് പാക്ക് ഒരു 60 ലിറ്റേഴ്സിൻ്റെ ഒരു ബാക്ക് പാക്കാണ്. ഓബിയസ്ലി ട്രിപ്പ് പോകുമ്പോൾ നമ്മളെല്ലാവരും സ്പോർട്സ് സെൻ്ററായ ഡെക്കാത്ലോണിൽ പോയിട്ടാണ് ഞാൻ. ഷൂ അറിയാമല്ലോ, നമുക്ക് വേറെ എവിടെയും ഇടാൻ പറ്റത്തില്ല. മഴയത്തും വെയിലത്തൊക്കെ ഇടാം. പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗമില്ലാണ്ട് 2 വർഷം ഇതിവിടെ ഇരുന്നു. ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ് ഗൈസ്. കൺഗ്രാജുലേഷൻസ്. ഡ്രസ്സ് ഇപ്പം ഞാൻ 10 ദിവസം ട്രിപ്പായത് നമുക്ക് കുറേ ഡ്രസ്സുണ്ട്. പക്ഷേ കുറേ ഡ്രസ്സ് നമുക്ക് കൊണ്ടുപോകാനും ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ടോ, ജീൻസ്. അപ്പോൾ ഞാനൊരു 4 ജീൻസ് എടുത്തിട്ടുണ്ട്. 4 ജീൻസ്. പിന്നെ അതിലിപ്പോൾ ടോപ്പ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഒരു 10 ടോപ്പ്, 10 ദിവസത്തേക്ക് 10 ടോപ്പ്. പിന്നെ ഒരു ചെറിയ ബാഗ് ജാക്കറ്റ്. ഞാൻ ഒരു വിധത്തിലാണ് ഇതിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റത്. പിന്നെ കൊടുത്തിട്ടുണ്ട് ഈ ജാക്കറ്റിൽ. ഇതും ഡെക്കാത്ലോണിൻ ജാക്കറ്റാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ കുറേ സാധനം മേടിച്ച് കുറേ പൈസ പൊട്ടി. അപ്പോൾ ജാക്കറ്റും കൂടി അപ്പോൾ ഈ ജാക്കറ്റ് 6000 റുപ്പീസാണ്. അത്ര -10 ഡിഗ്രി വരെയൊക്കെ പോകുന്ന ഒരു ജാക്കറ്റാണ്. അപ്പം ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ധർമ്മിഷ്ഠയായി എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കിത് ദാനം ചെയ്തത്. തിരിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കണം. നെപ്പില്ല വേണം. കാരണം നമ്മളവിടെ ചെന്നിട്ടൊരു ബസ് ട്രിപ്പുണ്ട് മണാലി വരെ, ഡൽഹി എയർപോർട്ടിൽ ചെന്നിട്ട് എന്നിട്ട് നമുക്ക് പറഞ്ഞാൽ ഞാനൊരു പവർ ബാങ്ക് വാങ്ങിച്ചു. ലുലുവിൽ 50% സെയിലുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സ് ഞാൻ 3 എടുത്തുള്ളൂ. 10 ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി മാത്രമല്ല ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ നല്ല തണുപ്പായത് കാരണം ചേർക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ 3 ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ 10 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പോകുമ്പോൾ ഞാൻ അറിഞ്ഞ കുറേ സംഭവങ്ങളാണ്, കുറേ ടേംസ്, കുറേ ഡ്രസ്സിങ് ടേം, തെർമൽസ്, ഡൗൺ ജാക്കറ്റ്, ഫ്ലീ ജാക്കറ്റ് ഒക്കെ കുറേ ഐറ്റംസ്. അപ്പോൾ പറഞ്ഞ സാധനത്തിൻ്റെ പേര് തന്നെയാണ് ഡൗൺ ജാക്കറ്റ്. ഫ്ലീ ജാക്കറ്റ് നല്ല പഞ്ഞു പോയിരിക്കുന്ന ഫ്ലീ ജാക്കറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലീ ജാക്കറ്റ് എന്ന് പറയുന്നത്? പിന്നെ വേണ്ടതാണ് തെർമൽസ്. എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മളിൻ്റെ ഉള്ളിൽ തെർമൽസ് ഇടണം. ഞാൻ 2 തെർമൽസ് മേടിച്ചു. കണ്ട വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. പിന്നെ ഇത് വെച്ചിട്ട് സോക്സ്, വൂളൻ സോക്സ് വേണം നമുക്ക്. അതാണ് വൂളൻ സോക്സ്. തൊപ്പി മേടിച്ചോ, തൊപ്പി എനിക്ക് ഭംഗിയുള്ള തൊപ്പി മേടിച്ചു. ഇതൊക്കെ അവിടെയും കിട്ടും, മണാലി ചെല്ലുമ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. സോക്സ് പോലെ തന്നെ നമ്മുടെ കാലുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ കൈ സംരക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ 2 പെയർ ഓഫ് ഗ്ലൗസ് മേടിച്ചു. ഗ്ലൗസും നമുക്ക് അവിടെ കിട്ടും. പരമ്പരാഗതമായ മങ്കിക്ക്, കാരണം രാത്രിയാകുമ്പോൾ എനിക്ക് ജലദോഷം വരും. ഞാൻ വായുമൊക്കെ മൂടി ഇതിട്ട് കിടക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്.
അപ്പോൾ ലിഫ്റ്റ് കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, വോമിറ്റിംഗ് ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മോഷൻ സിക്നെസ്സിനും തലവേദന വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പറ്റിയിട്ടൊരു മരുന്നാണ് ഹണി. നമ്മൾ ഗാർലിക് ഇട്ട് വെക്കും ഇതുപോലെ ഒരാഴ്ച മുന്നേ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഇത് തിന്ന് നോക്കി കഴിച്ചിട്ട് ഇനി വോമിറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. ബാക്കി ഇനി ചാർജറും പരിപാടിയും, പിന്നെ ഞാനൊരു അങ്ങനെ മൊബൈൽ പിടിക്കാനുള്ള മൊബൈൽ ഗിംബൽസൊക്കെ ഞാൻ റെൻറ്റിനെടുത്തു. ഞാൻ മേടിച്ചില്ല, ഞാൻ ഒരു 10-15,000 ഉണ്ടാവില്ല. അപ്പോൾ ഞാനതുകൊണ്ട് അത് മേടിച്ചില്ല, ഞാൻ റെൻറ്റിനെടുത്തു. ഒരു പെർ ഡേ 200 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ക്യാമറ വേണ്ടവർക്ക് ക്യാമറ റെൻ്റൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ മരുന്നും അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാനിങ്ങനെ ഒരു കുഞ്ഞു ബോക്സിലാക്കി ഇട്ടിട്ട് ഇത് വെച്ചു. പിന്നെ ഇത് റെയിൻ കവർ, ബാഗിൻ്റെ റെയിൻ കവർ. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് മഴ വേണം, ഇതെടുത്ത് നമ്മൾ ബാഗിനെയും കൂടും. ഈ തൊപ്പി നമ്മൾ അടിച്ചാൽ നമുക്ക് മഴയൊന്നും കൊള്ളില്ല. നമ്മുടെ കുടയുടെ മെറ്റീരിയൽ കൊണ്ടിരിക്കുന്ന തൊപ്പി ഇതൊക്കെ ഡെക്കാത്ലോണിൽ നിന്നാണ് മേടിച്ചത്. നമുക്ക് വെറ്റ് ടിഷ്യൂസ് വേണം, കാരണം നമ്മൾ അത്ര ഹൈജീനിക് ആയിട്ടുള്ള സ്പോട്ട് നമുക്ക് കിട്ടുന്നില്ല എല്ലായിടത്തും. വെറ്റ് ടിഷ്യൂ വെച്ച് അവിടെയൊക്കെ തുടച്ചിട്ട് അവിടെയൊക്കെ പോയിരിക്കാം. ഇത്തിരി ഗ്ലൂക്കോസ് എടുത്തു. പിന്നെ ഞാൻ എല്ലാ കുഞ്ഞ് പേസ്റ്റ്, സോപ്പ് പേസ്റ്റ്, ഷാമ്പൂ, ഇങ്ങനത്തെ സാധനത്തൊക്കെ കുറേ കുഞ്ഞ് ടൈപ്പ് സാധനങ്ങൾ മേടിച്ചു. സൺസ്ക്രീൻ നമ്മൾ എന്തായാലും ഉപയോഗിക്കും, കാരണം നമ്മൾ കുറച്ച് ഇത്ര ഉയർന്ന സ്ഥലമാണ്, ഭയങ്കര UV റേസ് അടിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പം സൺസ്ക്രീൻ എടുത്താൽ കുറച്ച് കരിയാണ്ട് തിരിച്ചു വരാം. മോയ്സ്ചറൈസർ എന്തായാലും വേണം, കാരണം നമ്മൾ തണുപ്പുള്ള സമയം നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആകും. മോയ്സ്ചറൈസർ വാരി പൊക്കണം. ഫേസ് വാഷ് ഇതൊക്കെല്ലാം കുഞ്ഞു ഇതായത് കാരണം നമുക്ക് ഒരു സ്ഥലമുള്ള ബാഗിൽ പാക്ക് ചെയ്ത് എടുത്തു വെക്കാം. സൂര്യപ്രകാശമുള്ളൊരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്താണ് സൺഗ്ലാസസ് വേണം, എസ്പെഷ്യലി UV പ്രൊട്ടക്ഷൻ വേണം. ഞാൻ മേടിച്ചത് ഡെക്കാത്ലോണിൽ നിന്ന് ഞാൻ $800 കൊടുത്ത് മേടിച്ച സൺഗ്ലാസ്. ഒബ്വിയസ്ലി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ID കാർഡ്, അങ്ങോട്ട് നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത് ഡൽഹി വരെ. അപ്പം അത് നമുക്ക് ID കാർഡും ടിക്കറ്റ് വേണം. അപ്പോൾ എന്തുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിടണം, കാരണം നമുക്ക് അവിടെ ചെന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മേടിക്കാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കറക്റ്റായിട്ടെല്ലാം നോട്ട് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഗേൾസ് എല്ലാവർക്കും അറിയാം, എല്ലാവരും പീരീഡ്സിന് ഉണ്ടാകുന്നതിൻ്റെ പാഡും മരുന്നും അല്ലെങ്കിൽ കപ്സൊക്കെ എല്ലാവരും കരുതണം. പിന്നെ അവിടെ എന്തായാലും ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഐ ഗെസ് മോസ്റ്റ്ലി പാഡൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കപ്സിനൊക്കെ ആയിട്ടുള്ളത്, കാരണം അതൊക്കെ നമുക്ക് അവിടെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടായിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ പൈസ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ചേട്ടാ കാർഡ് എടുക്കുമെന്ന് വെച്ചാൽ ആരും ഇവിടെ കാർഡ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് മണി, ബ്ലാക്ക് മണി അല്ല, ലിക്വിഡ് മണി നമ്മുടെ കയ്യിൽ കരുതണം. പിന്നെ വാട്ടർ ബോട്ടിൽസ്, നമ്മളെപ്പോഴും ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അവിടെ ചെന്ന്. അതാണ് നമ്മുടെ ബോഡിക്ക് പറ്റണം, അല്ലെങ്കിൽ നമുക്കിതുപോലെ തലകറക്കം, തലവേദന ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കണം. നമ്മളൊരു ഫ്ലാസ്ക് എടുക്കണം. ഫ്ലാസ്ക് എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ചൂട് നിലനിർത്തുന്ന എന്തെങ്കിലും ഒരു കുപ്പി അതെടുക്കണം. പിന്നെ നോർമൽ, അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മണാലിയിലല്ലോ സ്പിറ്റി വാലിയിൽ പോകാൻ വേണ്ടി എടുത്ത സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കിടന്നുറങ്ങി. നാളെ രാവിലെ ഫ്ലൈറ്റാണ്. നാളെ 5 മണിക്ക് എണീക്കണം. എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.